പറയാം, നമ്മൾ കഴിഞ്ഞ ദിവസവും കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കേൾക്കുന്നൊരു വാർത്ത, യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിഭയങ്കരമായ ചൂട് കാരണം ജനം വലയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു വളരെ വലിയൊരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ജീവിക്കാൻ കഴിയുന്നില്ല, അത്ര കണ്ട് ചൂടെന്നാണ് പറയുന്നത്. റോഡൊക്കെ വിണ്ട് കയറി എന്നാണ് പറയുന്നത് ഓസ്ട്രേലിയയിലൊക്കെ. എന്താണ് അതിനെക്കുറിച്ച് എന്താ അറിയാൻ കഴിയുന്നത്? അതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേട്ടാ? യൂറോപ്പിൽ ഇപ്പോൾ വേനൽക്കാലമാണ്. സാധാരണഗതിയിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയങ്ങളിലാണ് അവിടെ വേനൽക്കാലം. അപ്പോൾ അവിടെ സാധാരണ ഈ വേനൽക്കാലത്ത് പ്രതീക്ഷിക്കുന്ന താപനില 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതെ, അതുപോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. 30 വരെ സഹിക്കാൻ പറ്റില്ല. കാര്യം അവിടെ മഞ്ഞുകാലത്ത് കിടുകിടാ വിറക്കുന്ന, അതായത് മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? അവിടെയുള്ള അത്യാവശ്യം കാശുള്ളവരൊക്കെ നേരെ ആ സമയത്ത് കേരളം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ആ സമയത്ത് ഇവിടെ മഴയാണ്, മനസ്സിലായി, നേരെ അവധിക്കാലം ആഘോഷിക്കാനായിട്ട് നേരെ ഇങ്ങോട്ട് പോരും. കാര്യം അവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതേ സമയത്ത് അവരുടെ ബീച്ചുകളിലൊക്കെ പോയി അത്യാവശ്യം കൗതുകരമായ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം അവർക്ക് ആ സമയത്ത് വസ്ത്രത്തിനോടൊക്കെ വലിയ വിരോധമുള്ള സമയം കൂടിയായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് പേരാണല്ലോ ഇവിടെ വരെയൊക്കെ ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ സമയത്ത് ഈ 30 ഡിഗ്രി വരെ പരമാവധി താപനില ഉണ്ടാകേണ്ട ഈ സമയത്ത് ഇപ്പോൾ അവരനുഭവിക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസ്. അതിപ്പോൾ പ്രധാനമായും ബാധിച്ചേക്കുന്നത് ജർമ്മനി, പിന്നെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക്, പിന്നെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കാണ്. കാരണം കൃത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ റോഡൊക്കെ വിണ്ട് കയറിയത്, അതായത് മധ്യ കിഴക്കൻ യൂറോപ്പ് ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഉള്ള ഈ ചൂട് ഏറ്റവും വലിയ നാശം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കൂടാതെ ഈ ചൂട് മാത്രമല്ല, ആ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ള കാട്ടുതീ ഭീഷണിയും ഇപ്പോൾ നേരിടുന്നുണ്ട്. അപ്പോൾ ചൂട് പ്ലസ് കാട്ടുതീ കൂടി ഉണ്ടായുള്ള അവസ്ഥ. അപ്പം ഇതുവരെ അവിടെ ഈ ചൂടുമായി ഏത് നിമിഷം വേണോ ഈ ചൂടിന്റെ ഇത് കൂടുതൽ തീ ഉണ്ടാകാമെന്ന്, അത് കാട്ടുതീ ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. അതെ. അപ്പം ഈ ഇതുവരെ 1500ഓളം പേര് ഈ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചൂട് കാരണം മരണപ്പെട്ടു. അതിലേറിയ പങ്കും പ്രായാധിക്യമുള്ളവർ. ഈ കെയർ ഹോമുകൾ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ പ്രായാധിക്യമുള്ളവർ നമ്മുടെ വീടുകളിൽ സംരക്ഷിക്കുന്നെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ അതിന് പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പലരും മരിക്കുന്നു. അപ്പോൾ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് 2 കാരണങ്ങളാണ് അവിടെ ഈ ഇത്ര ചൂടുണ്ടാകാനായിട്ട് പറയുന്നത്. ഒന്ന് ഹീറ്റ് ഡോമും ഒമേഗ ബ്ലോക്കും. നമുക്കധികം പരിചയമില്ല, നമുക്ക് കുറെ കാലമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത കുറെ സാധനങ്ങൾ, എൽ നിനോ എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ. ഇത് അതേപോലെ ഇപ്പൊ അവിടെ ഉഷ്ണതരംഗം ഉണ്ടാക്കിയിരിക്കുക. ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാൽ ഒരു 40 ഡിഗ്രി സെന്റിഗ്രേഡ് എന്നാണ് പറഞ്ഞല്ലേ? 40 ഡിഗ്രി സെൽഷ്യസ്. അതിന് മുകളിൽ 40, 41, 42 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം ഒന്ന് ഹീറ്റ് ഡോമും ഒന്ന് ഒമേഗ ബ്ലോക്കും. അപ്പൊ അതെന്താണ് ഈ ഹീറ്റ് ഡോം എന്ന് പറഞ്ഞാൽ? അത് മനസ്സിലാക്കാൻ എളുപ്പം ഇത്ര പറയാം. നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അതിന്റെ നീരാവി അവിടെ നല്ല ചൂടുണ്ടാകുമല്ലോ. അത് മുകളിലേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥ? കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ നീരാവിക്ക് ചൂട് കുറഞ്ഞ് തണുക്കും, അതല്ലേ? ശരി, നമ്മൾ ഈ പാത്രം വേറൊരു മൂടി കൊണ്ടങ്ങ് മൂടി വെക്കുന്നു. അപ്പോൾ ആ പാത്രത്തിലുള്ള അവസ്ഥ എന്തായിരിക്കും? അകത്ത് അതിഭീകരമായ ചൂട് അനുഭവപ്പെടുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ ഹീറ്റ് ഡോം എന്ന് പറയുന്ന പ്രദേശത്ത് ചൂടുള്ളതും, ആ ചൂട് സാധാരണഗതിയിൽ നമ്മുടെ ഭൂമിയിൽ ചൂട് അനുഭവപ്പെട്ടാൽ ആ ചൂട് പുറന്തള്ളും, അന്തരീക്ഷത്തിലോട്ട് പുറന്തള്ളി അത് വ്യാപിച്ചു പോകുക എന്നുള്ളതാണ്. ഈ ഹീറ്റ് ഡോം ഉള്ള സ്ഥലങ്ങളിൽ ഇത് പുറത്തേക്ക് കടക്കാതെ മേളിൽ ഉയർന്ന മർദ്ദമുള്ള വായു വന്ന് ഇങ്ങനെ താങ്ങി നിൽക്കുക, ഒരടപ്പിട്ട് മൂടി അകത്ത് ചൂട്. അതായത് സാധാരണഗതിയിൽ പകല് ചൂടും രാത്രിയാകുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാവുമല്ലോ. ഈ പ്രദേശത്ത് രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ആളുകൾക്ക്. ഈ ചൂട് പുറത്തോട്ട് പുറന്തള്ളുന്നില്ല, അതെ, ഈ ചൂട് പുറത്തോട്ട് കടക്കാതെ ഒരു മൂടിയേക്കുന്ന പോലുള്ള അവസ്ഥ, അതിനെയാണ് നമ്മൾ ഹീറ്റ് ഡോം എന്ന് പറയുക. അപ്പോൾ ഈ ഹീറ്റ് ഡോം എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ. ഈ ഹീറ്റ് ഡോം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഉയർന്ന മർദ്ദം കാരണം ചൂടുവായു പ്രത്യേക പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ ഹീറ്റ് ഡോം എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് മേഘങ്ങൾ രൂപപ്പെടില്ല. മേഘങ്ങൾ രൂപപ്പെടാത്തത് കാരണം ഈ സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കും. മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ മേഘങ്ങളിലൂടെ തട്ടിയൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഇത് അതുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പകല് ഉഷ്ണം, രാത്രി ഉഷ്ണം. അപ്പൊ എന്തുകൊണ്ട് ഈ ഹീറ്റ് ഡോം രൂപപ്പെടുന്നു പറഞ്ഞാൽ അതിന്റെ പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെ. നമ്മുടെ സമുദ്രത്തില് ചൂട് കൂടിയതോടുകൂടി ഈ ചൂടുവായു മുകളിലേക്ക് ചെല്ലുന്നു.
ആ ചൂടുവായു വന്ന് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. തങ്ങി നിന്നിട്ട് അത് താഴോട്ട് തള്ളിക്കൊടുക്കുന്നു. അപ്പോൾ പുറത്തോട്ടുള്ള അവിടെ ഈ പറയുന്ന ഹീറ്റ് ഡോം ഉള്ള പ്രദേശത്തെ വായുവിന് പുറത്തോട്ട് കിടക്കാൻ പറ്റാതെ അവിടെ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ. അങ്ങനെ ഉണ്ടാകുന്ന ഇത്. പിന്നെ ഒമേഗ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഗതി കൂടിയുണ്ട്. കാരണം ഈ ഉയർന്ന മർദ്ദത്തിലുള്ള സംഗതി ഇവിടെ കെട്ടിക്കിടക്കുമ്പോൾ അവിടെ ഈ പ്രദേശത്ത് ജെറ്റ് സ്ട്രീം എന്ന പേരിലാണ് കാറ്റ് വീശുന്നത്. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒമേഗ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീക്ക് ലിപിയിൽ ഒമേഗ എന്നുള്ള ലെറ്റർ ഇങ്ങനെ റാ പോലെ എഴുതുന്നതാണ് ഒമേഗ ലെറ്റർ. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒമേഗ ബ്ലോക്ക്. അപ്പോൾ ഈ ഉയർന്ന മർദ്ദത്തിലുള്ള ഈ പ്രദേശം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ കാറ്റ് വരുന്ന ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞങ്ങ് പോകും, ഒരു റാ പോലെ വളഞ്ഞങ്ങ് പോകും. അപ്പോൾ എന്താ പറ്റുക, ഈ പ്രദേശത്ത് ഇത് ടച്ച് ചെയ്യാതെ എന്താ പറയുക അവിടുത്തെ ചൂട് വീണ്ടും അവിടെ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഈ രണ്ട് പ്രതിഭാസങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ റെയിൽ പാളങ്ങൾ കേടുപാട് വരുന്നു, റോഡുകൾ കേടുപാട് വരുന്നു, പൊതുപരിപാടികൾ റദ്ദാക്കുന്ന അവസ്ഥ. അവിടെ ഈ സംഗീത നിശകൾ പോലെയുള്ള രാത്രികാല വിനോദ പരിപാടികളൊക്കെ ജനക്കൂട്ടം ഒന്നും ഇല്ല. സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കൃത്യമായ പ്രോട്ടോകോൾ കൊടുത്തേക്കാണ്. അയഞ്ഞ വസ്ത്രങ്ങളും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക, അതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശൈത്യകാലത്ത് മഞ്ഞ് രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇത് ധ്രുവപ്രദേശങ്ങളിലോട്ടും ഇത് വ്യാപിക്കുകയാണ് ചൂട്. കാര്യം ഈ പ്രദേശത്ത് ചൂട് കൂടിയാൽ അത് നമ്മുടെ ധ്രുവപ്രദേശത്തേക്ക് ഈ ചൂടിൻ്റെ പ്രഭാവം ഉണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കുക, ധ്രുവപ്രദേശങ്ങളിലാണ് ഈ ഐസ് പാളികളുള്ളത്. അതിൻ്റെ ഉരുക്കം, അത് ഉരുകുന്നതിൻ്റെ തീവ്രത വലിയ രീതിയിൽ വർദ്ധിക്കും. 2019 സംഭവം ഉണ്ടായി. ഗ്രീൻലാൻഡ്, നമ്മുടെ ട്രംപ് പിടിച്ചടക്കുമെന്നൊക്കെ പറഞ്ഞ പ്രദേശം, അവിടെ വലിയ തണുപ്പുള്ള പ്രദേശമാണ്. അത് കാനഡയിലല്ലേ? കാനഡയല്ല, അതൊരു എനിക്ക് കൃത്യമായിട്ട് ആ സ്ഥലം കാനഡയിലല്ലേ? കാനഡയിലല്ല, എനിക്ക് തോന്നുന്നു ഫിൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ അവര് ഈ ഗ്രീൻലാൻഡിൽ 2019 നടന്നൊരു പ്രകൃതി പ്രതിഭാസം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ മഞ്ഞു മൂടിയ പ്രദേശത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ആ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യും, കാരണം വെളുത്ത പ്രതലമാണല്ലോ. പക്ഷെ ചൂട് കൂടുമ്പോൾ ഈ ഐസ് അങ്ങോട്ട് ഉരുകും. അപ്പൊ താഴെയുള്ളത് പാറയാണ്, അത് കറുത്ത നിറമാണ്. ഈ കറുത്ത നിറമുള്ള അങ്ങോട്ടേക്ക് സൂര്യപ്രകാശം വരുമ്പോൾ കറുപ്പ് ഈ ചൂട് ഒന്നുകൂടി അങ്ങ് കൂട്ടും, പ്രകാശത്തെ കുറെ കൂടി, അല്ലെങ്കിൽ ആ ചൂടിനെ കുറെ കൂടി വലിച്ചിങ്ങെടുക്കും. അപ്പൊ ഈ ഐസ് ഉരുകുന്നതിന്റെ തീവ്രത വീണ്ടും വർദ്ധിക്കും. അപ്പൊ അതും ഒരു വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ആൽബിഡോ പ്രതിഭാസം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ലോകത്തുമെമ്പാടും വലിയ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം പറയുന്നത് മൊത്തത്തിലുള്ള അന്തരീക്ഷ താപനില അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഹരിതഗ്രഹ വാതക ബഹിർഗമനം എന്നൊക്കെ പറയുമല്ലോ, കാലാവസ്ഥാ വ്യതിയാനം, അതാണ് പ്രധാന വില്ലനായിട്ട് മാറിയിരിക്കുന്നത്. ഈ എന്താ പറയുക, ഈ എൽനിനോ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇവൻ തന്നെ. അപ്പം നമ്മൾ ഇതിനെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, പ്രകൃതിയെയും ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളായിട്ട് തന്നെ വരുത്തി വെച്ച ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ മാറ്റിയതുകൊണ്ട് തന്നെയാണ്. അതെ, നമ്മളായിട്ട് വരുത്തി വെച്ച് തന്നെ ചില ദുരിതങ്ങൾക്ക് നമ്മളായിട്ട് തന്നെ അനുഭവിക്കുക, അല്ലാണ്ട് വരെ നിവൃത്തിയില്ല. ഏതായാലും യൂറോപ്പിനെ സംബന്ധിച്ച് അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം, കാര്യം അവർക്കിത് ശീലമില്ല. നമ്മൾ ഈ 40 പറയുമ്പോൾ പാലക്കാട് കൊടുംചൂടിൽ 40 ഇവിടെ നമുക്ക് വന്നിട്ടില്ല. അല്ല, പാലക്കാട് 44 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉള്ളത്. മഴയും വെയിലും ഒക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളവരാണ്. പാലക്കാട് പ്രത്യേകിച്ചും അവർക്ക് ഈ എന്താ പുറത്ത് മേയാൻ പോകുന്ന കന്നുകാലികൾക്ക് സൂര്യാഘാതം ഉണ്ടാകുന്നു, അവർ പെടഞ്ഞു മരിക്കുന്നു. ഇപ്പൊ തന്നെ എത്ര പേര് നമുക്ക് പൊള്ളൽ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ശരി തന്നെ. എങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് ഓക്കെ, 44 ഡിഗ്രി സെൽഷ്യസ് വരെ ആണെങ്കിൽ തന്നെയും അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. പക്ഷെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് ചൂട് അസഹനീയമാണ്. അവരുടെ വസ്ത്രധാരണ ശൈലി അങ്ങനെ ആകുന്നതിൻ്റെയും കാരണം ചൂട് കൊണ്ട്. നമ്മളതിനെ പരിഹസിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് ഇപ്പോൾ വേണമെങ്കിൽ കേരളത്തിന് ഇതൊരു ചാകരക്കാലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ മൺസൂണാണ്, അവിടെ വലിയ ചൂടാണ്. അത്യാവശ്യം കാശുള്ളവർക്ക് ടൂറിസ്റ്റുകളായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സുഖകരമായിട്ട് എല്ലാം അവിടെ നിന്ന് ശാന്തമാകും, തിരിച്ചു പോവുകയും ചെയ്യാം. ഏതായാലും നമ്മൾ പൊതുവേ പറയുമ്പോൾ വലിയ ആശങ്ക ഈ കാര്യത്തിലുണ്ട്. കാര്യം യൂറോപ്പിൽ കണ്ട് ശീലിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് വലിയ മഞ്ഞുരുക്കം പോലെയുള്ള വലിയ പ്രതിഭാസങ്ങൾക്ക് കാരണമാവുകയാണെങ്കിൽ അതിൻ്റെ ദുരന്തം അവിടെ മാത്രമല്ല ഇവിടെയും കിട്ടും.